ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഡോങ്ക്രിയ കോണ്ട്, അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസ്, ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മീഷൻ, ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം എന്നിവയാണ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോങ്ക്രിയ കോണ്ട് എന്ന് പറയുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഒഡീഷ ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈ ഡോഗ്രിയ കോണ്ട് കമ്മ്യൂണിറ്റി പെടുന്ന ആളുകളെ നെക്സലൈറ്റുകളൊന്നും മുദ്ര കുത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്ത ഇപ്പോൾ ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവരെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡോങ്ക്രിയ കോണ്ട് എന്ന് പറയുന്നത് ഒഡീഷയിൽ ജീവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പാണ്. ഒഡീഷയിൽ ഈസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗമായിട്ടുള്ള നിയാംഗിരി ഹിൽസ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇവർ പ്രധാനമായിട്ടും ജീവിക്കുന്നത്. ഇവരുടെ നേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കൂയ് ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ നിയാംഗിരി ഹിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിൽ റേഞ്ച് എന്ന് പറയുന്നത് ഒഡീഷയിലുള്ള അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റേൺ ഒഡീഷയിലുള്ള റായഗഡ, അതുപോലെ തന്നെ കലഹണ്ടി എന്നൊക്കെ പറയുന്ന പ്രധാനപ്പെട്ട 2 ഡിസ്ട്രിക്റ്റുകളുണ്ട്. അതിലായിട്ട് സ്പ്രെഡ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ഈ നിയാംഗിരി ഹിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 2013 2013 ഈ ഡോങ്ക്രിയ കോൺസ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ജീവിക്കുന്ന നിയാംഗിരി ഹിൽസിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൈനിങ് കമ്പനികളിൽ ഒന്നായിട്ടുള്ള വേദാന്ത ഗ്രൂപ്പിന് ബോക്സൈറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോക്സൈറ്റ് മൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇവരുടെ ട്രൈബൽ റൈറ്റ്സിനെ അല്ലെങ്കിൽ ഇവരുടെ കൾച്ചറൽ ആയിട്ടുള്ള റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് ഇവർ സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി ആ കേസിനകത്ത് ഈ ഡോങ്ക്രിയ ട്രൈബ്സിന്റെ ഇടയിൽ ഒരു റഫറണ്ടം നടത്തി അല്ലെങ്കിൽ അവിടുത്തെ ഗ്രാമസഭയിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയാണ് ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ടത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ ഈ ഡോങ്ക്രിയ ട്രൈബ് ജീവിക്കുന്ന ഈ ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിക്കിടയിൽ ഒരു റഫറണ്ടം അല്ലെങ്കിൽ ഒരു വോട്ടെടുപ്പ് നടത്തുകയും ഒരു യുനാനിമസ് ആയിട്ട് ഈ ബോക്സൈറ്റ് മൈനിങ്ങിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബോക്സൈറ്റ് മൈനിങ്ങിനെ എതിർത്തതിന് ശേഷമാണ് ഇവർക്കെതിരായിട്ട് ഇത്തരത്തിൽ ഒഡീഷ ഗവൺമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് ഫോഴ്സസ് ആണെങ്കിലും ഒരു തരത്തിലൊരു റിട്ടാലിയേറ്ററി മെഷർ എന്നുള്ള രീതിയിൽ ഇവരെ നെക്സലൈറ്റുകളൊന്നും മുദ്ര കുത്താൻ തുടങ്ങിയെന്നുള്ള ഒരു ആരോപണം ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയെ കുറിച്ചാണ്. ഈ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സെൽഫ് റെഗുലേറ്ററി വളണ്ടറി ഓർഗനൈസേഷൻ ആണ്. അതായത് ഈ പറയുന്ന അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രിക്ക് അകത്തു നിന്നുള്ള പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വളണ്ടറി സെൽഫ് റെഗുലേറ്ററി ഓർഗനൈസേഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഇത് 1985 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതൊരു നോൺ പ്രോഫിറ്റ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിലെ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 25 അനുസരിച്ച് ഒരു നോൺ പ്രോഫിറ്റ് കമ്പനി ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ അഡ്വർടൈസിംഗ് ഇൻഡസ്ട്രീനെ സെൽഫ് റെഗുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ ഇൻട്രസ്റ്റുകൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു ബോർഡ് ഓഫ് ഗവർണേഴ്സ് ആണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരുടെ ഈ ഓർഗനൈസേഷന്റെ വർക്കിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഉണ്ട്. അതുകൂടാതെ ഇതിനകത്തൊരു കൺസ്യൂമർ കംപ്ലൈൻറ്റ്സ് കൗൺസിൽ ഉണ്ട്. അതുപോലെ ഒരു സെക്രട്ടേറിയറ്റും ഇവർക്കുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യയെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പതഞ്ജലിയുടെ ഒക്കെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഡ്വർടൈസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിട്ടതിന് ശേഷം ഇപ്പോൾ പതഞ്ജലി ഒരു മാപ്പപേക്ഷയ്ക്കായിട്ട് അല്ലെങ്കിൽ പബ്ലിക്കലി അപ്പോളജൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ അവരുടെ പരസ്യം പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റുകളുടെ കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ലോകത്തുടനീളം ഈ ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസ് വർദ്ധിച്ചു വരുന്നത് ഹെൽത്ത് പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെട്ടായിട്ട് മാറുന്ന രീതിയിലുള്ള ഒരു വാർത്ത ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ കൊളോണ് അതുപോലെ തന്നെ സ്മാൾ ഇൻറ്റസ്റ്റൈൻ എന്നീ 2 കാര്യങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ 2 അവയവങ്ങളെ ബാധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസിനെയാണ് ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസസ് എന്ന് പറയുന്നത്. ഇതൊരു സിംഗിൾ ഡിസീസ് അല്ല, ഇത്തരത്തിലുള്ള ഒരുപാട് കണ്ടീഷൻസിനെ ഈ പേരിൽ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി ബോവൽ ഡിസീസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട 2 ഡിസീസസ് ആണ്. ഒന്ന് ക്രോൺ ഡിസീസും അതുപോലെ തന്നെ ഉൾസറേറ്റീവ് കൊളീറ്റിസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ യൂസി എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ഡിസീസും.
അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ ഈ അസുഖത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്സിനെ ബാധിക്കുന്ന ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് ഇത് കാരണം വരിക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് കൃത്യമായിട്ടുള്ള മെഡിസിനോ അല്ലെങ്കിൽ ക്യൂറേറ്റീവ് ട്രീറ്റ്മെന്റോ ഒന്നും ഇല്ലെങ്കിലും ഈ ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിനും ഇതിന്റെ സിംറ്റംസ് അഡ്രസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഒരുപാട് മരുന്നുകളോ അല്ലെങ്കിൽ തെറാപ്പീസ് ഒക്കെ അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മീഷനെ കുറിച്ചാണ്. ഓക്കെ, സോ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ ആർക്കൈവൽ ആയിട്ടുള്ള മാറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്പെക്സ് അഡ്വൈസറി ബോഡിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലുള്ള ഇന്ത്യയിലെ ഹയസ്റ്റ് അഡ്വൈസറി ബോഡിയാണ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മീഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ക്രിയേറ്റേഴ്സ്, കസ്റ്റോഡിയൻസ്, യൂസേഴ്സ്, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതിൻ്റെ ഒരു ഓൾ ഇന്ത്യ ഫോറമായിട്ട് വർക്ക് ചെയ്യുന്നത് ഇവരാണ്. അപ്പോൾ അവരുടെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സും അതിൻ്റെ യൂസേജും അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഒക്കെ കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് 1919 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ നിലവിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സാംസ്കാരിക മന്ത്രിയാണ് ഇതിന്റെ ഹെഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത് ഇന്ത്യയിലെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട്, ഭാവി തലമുറക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സിനെ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഇതിനു മുമ്പ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇത് എന്താണെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ്സും അതിന്റെ ചാലഞ്ചസും ഇങ്ങനെയുള്ള ഒരു മെയിൻ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ഒരു ടോപ്പിക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് 2023 ഒക്ടോബറിലാണ് കേന്ദ്ര ഗവൺമെന്റ് ലോഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ മിനിസ്ട്രി ലോഞ്ച് ചെയ്യുന്നത്. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം ആണ്. മാർക്കറ്റ് ബേസ്ഡ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള ചില ആക്ടിവിറ്റീസ് ഉണ്ട്. അഫോറസ്റ്റേഷൻ പോലുള്ള അല്ലെങ്കിൽ വാട്ടർ കൺസർവേഷൻ പോലുള്ള ചില ആക്ടിവിറ്റീസ് ഉണ്ട്. ആ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് പകരം അതിനെ സർട്ടിഫൈ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്ക് ഗ്രീൻ ക്രെഡിറ്റ് കിട്ടും. ഇത് ഇവർക്ക് ഈ പറയുന്ന കമ്പൽസറി അഫോറസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ മീറ്റ് ചെയ്യുന്നതിന് പകരം ഈ പറയുന്ന ഗ്രീൻ ക്രെഡിറ്റ് യൂസ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിലവിൽ ഈ ഗ്രീൻ ക്രെഡിറ്റ് നോൺ ട്രാൻസ്ഫറബിൾ ആണെങ്കിലും ഭാവിയിൽ ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇത്തരത്തിലുള്ള അഫോറസ്റ്റേഷൻ അതല്ലെങ്കിൽ വാട്ടർ കൺസർവേഷൻ പോലുള്ള അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ പോലുള്ള ഗ്രീൻ ആൻഡ് സസ്റ്റൈനബിൾ ആക്ഷൻസിനെ ഇൻസെന്റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അഫോറസ്റ്റേഷനെയും ഫോറസ്റ്റ് റിസ്റ്റോറേഷനെയും പ്രൊമോട്ട് ചെയ്യുക. വാട്ടർ കൺസർവേഷൻ ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ കീഴിൽ നിലവിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ അവർ അഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ് മാത്രമാണ് നടപ്പിലാക്കുന്നതെങ്കിലും ഇതിനകത്ത് പറയുന്ന ചില ആക്ടിവിറ്റീസിൽ പെടുന്ന ഒന്നാണ് വാട്ടർ കൺസർവേഷൻ. അപ്പോൾ വാട്ടർ കൺസർവേഷനെ മെച്ചപ്പെടുത്താൻ സാധിക്കും. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിനെ മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ സർവീസസിന് ഒരു മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ലക്ഷ്യം വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റിനെ എൻകറേജ് ചെയ്യാനും ഇത് ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി ഇതിന്റെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ആയിട്ട് പറയുന്നത്, ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം ഇപ്പോൾ ഗവൺമെന്റ് അവകാശപ്പെടുന്ന ഒരു രൂപത്തിലേക്ക് നടപ്പിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇത്തരത്തിലുള്ള അഫോറസ്റ്റേഷൻ പ്രോഗ്രാംസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നിലവിലുള്ള ഫോറസ്റ്റ് കവർ ഇംപ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും, അല്ലെങ്കിൽ ഫോറസ്റ്റ് കവർ ഇൻക്രീസ് ചെയ്യാൻ ഇത് സഹായിക്കും. നമ്മുടെ ഇന്ത്യയിലെ വാട്ടർ മാനേജ്മെന്റ് അല്ലെങ്കിൽ വാട്ടർ കൺസർവേഷൻ, കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കൺസർവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ബെറ്റർ ആക്കാൻ, അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസിന് ഇടയിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് ഇടയിലൊക്കെ നമ്മുടെ സൊസൈറ്റിക്കകത്ത് ആസ് എ ഹോൾ എന്ത് ചെയ്യാൻ പറ്റും, എൻവയോൺമെന്റൽ അവയർനെസ് കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിനകത്ത് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷനെ എൻകറേജ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിന്റെ പാർട്ടിസിപ്പേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള എൻവയോൺമെന്റൽ സർവീസസിന് ഒരു മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യാനും ഇത് സഹായിക്കും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം ഈ പറയുന്ന ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിനെ വലിയ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന എൻവയോൺമെന്റൽ ആക്ടിവിസ്റ്റുകളും
നമ്മുടെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ അവർ ഇതിനെ പ്രധാനമായിട്ടും ക്രിട്ടിസൈസ് ചെയ്യുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിനകത്തുള്ള ചില ചാലഞ്ചസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് ഒരു ഗ്രീൻ വാഷിങ്ങിന് കാരണമാകും എന്ന് പറയപ്പെടുന്നുണ്ട്. ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റോ അതുണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്റ്റിനെക്കാട്ടിലും, എൻവയോൺമെന്റൽ ഇമ്പാക്ട് മീൻസ് അത് ഉണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ബെനിഫിറ്റ്സിനെക്കാട്ടിലും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെക്കാട്ടിലും കൂടുതലായിട്ട് അവർ ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. അതായത് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഞങ്ങൾ ഭയങ്കര എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ബേസിക്കലി അത് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം ഇത്തരത്തിലുള്ള ഗ്രീൻ വാഷിംഗ് ആക്ടിവിറ്റീസ് കൂടാൻ, എസ്പെഷ്യലി കോർപ്പറേറ്റ് ഹൗസസുകളുടെ ഭാഗത്തുനിന്ന്, കാരണം നമ്മുടെ ഈ പറയുന്ന എസ്പെഷ്യലി അർബൻ ഏരിയാസിലൊക്കെ ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ എൻവയോൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് പറയുന്ന സമയത്ത് അവർക്കിടയിൽ ഇതിനെക്കുറിച്ച് ഒരു ഗുഡ് വില്ല് കിട്ടും, അല്ലെങ്കിൽ കൂടുതൽ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കമ്പനീസ് ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനീസ് ഇത് അവരുടെ പ്രോഫിറ്റ് മോട്ടീവ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും ഈ ഗ്രീൻ വാഷിംഗ് പോലുള്ള കാര്യങ്ങളിൽ പൊട്ടൻഷ്യലി അതിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഇപ്പൊ നിലവിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കേസ് എന്ന് പറയുന്നത് അഫോറസ്റ്റേഷൻ ആണ്. അപ്പൊ ഈ അഫോറസ്റ്റേഷന്റെ കേസിൽ നമ്മുടെ ഇന്ത്യയിൽ എല്ലാ കാലത്തും ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നമാണ് മോണോകൾച്ചർ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഫോറസ്റ്റേഷൻ നടത്തുക എന്ന് മാത്രമാണ് ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിനകത്തും പറയുന്നത്. മരം വെച്ച് പിടിപ്പിക്കുക, ആ മരത്തിന് 2 വർഷം പ്രായമാകുമ്പോൾ ഓരോ മരത്തിനും ഓരോ ഗ്രീൻ ക്രെഡിറ്റ് വെച്ച് കിട്ടുന്നതാണ് ഇപ്പോഴത്തെ ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഈ ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത്. അപ്പൊ ഇത് ഏത് തരത്തിലുള്ള മരമാണ് എന്നുള്ളതൊന്നും പറയുന്നില്ല. അപ്പൊ നമുക്കറിയാം, നമ്മുടെ എൻവയോൺമെന്റിന്റെ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതത് പ്രദേശങ്ങളിലുള്ള നേറ്റീവ് സ്പീഷീസ് ഓഫ് ട്രീസ് ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നേറ്റീവ് സ്പീഷീസ് ഓഫ് ഫ്ലോറ ആൻഡ് ഫോണയാണ് വേണ്ടത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള 1970s ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു അഫോറസ്റ്റേഷൻ ഡ്രൈവ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫോറസ്റ്റ് ഏരിയാസിൽ വലിയ ഇതിലുള്ള പ്ലാന്റേഷൻസ് വരുന്നതും ഈ അക്വേഷ്യ, യൂക്കാലിപ്റ്റസ് ഒക്കെ പോലുള്ള മരങ്ങൾ വലിയ ഇതിൽ വെച്ച് പിടിപ്പിക്കപ്പെടുന്നതും. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിനെ തകിടം മറിക്കുകയും അത് എൻവയോൺമെന്റ് ഉണ്ടാക്കുന്ന ബെനിഫിറ്റ്സിനെക്കാട്ടിലും കൂടുതലായിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലൊരു മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ആയിട്ട് ഈ അഫോറസ്റ്റേഷൻ ഡ്രൈവ് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇല്ലാത്തതുകൊണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഇത് എങ്ങനെ കൃത്യമായിട്ട് എൻഫോഴ്സ് ചെയ്യും എന്നുള്ള കാര്യത്തിനകത്ത് ഇപ്പോഴും വ്യക്തമായിട്ടൊരു ധാരണയില്ല. അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് പോലുള്ള നിലവിൽ ഈ എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിയമങ്ങളുമായിട്ട് ചില കേസുകളിലെങ്കിലും ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം ഒരു കോൺഫ്ലിക്റ്റിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. സോ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിന്റെ ചില ക്രിറ്റിസിസംസ് ആയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ചില പൊട്ടൻഷ്യൽ ചാലഞ്ചസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു ഓൾ.